നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിൽ കീറാമുട്ടിയായി നിൽക്കുന്നത് ഈ മുഖ്യമന്ത്രി ചർച്ചയാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനും ഒപ്പത്തിനൊപ്പമുണ്ട്. ആർക്ക് നറുക്ക് വീഴുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും കേരളം ഒന്നാകെയും നോക്കിക്കാണുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, VD സതീശൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ കേരളം ഒന്നിച്ച് നേരിട്ടത്. വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. ആ ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ വോട്ടായി മാറാൻ VD സതീശന്റെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരിൽ ഏറിയ പങ്കും VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന ജനവികാരമാണ് പങ്കുവെക്കുന്നത്. ദില്ലിയിൽ നിർണായക യോഗങ്ങളാണ് നടക്കുന്നത്. ഹൈക്കമാൻഡിൽ KC വേണുഗോപാലിനുള്ള ഒരു സ്വാധീനം നമുക്കറിയാവുന്നതാണ്. ഈ സ്വാധീനം കൊണ്ട് ഹൈക്കമാൻഡിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം KC വേണുഗോപാൽ നേടിയെടുക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കം എന്ത് തീരുമാനം എടുക്കുമെന്ന ചോദ്യം മറ്റൊരു വശത്ത് നിൽക്കുന്നു. അതേസമയം ഒരു സീനിയോറിറ്റി വിഷയം ഉയർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വരികയാണ്. ഒരിക്കൽ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. പക്ഷേ അങ്ങനെ പ്രതിപക്ഷ നേതാവായി നേരിട്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ പരാജയമാണ് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അടക്കം വലിയ ആശങ്കയിലാണ് മുന്നോട്ടു പോകുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ രീതിയിലുള്ള വിജയം നേടാൻ കോൺഗ്രസിനും UDF ഒന്നാകെയും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശന്റെ പുതുയുഗ യാത്രയടക്കം ജനങ്ങളിൽ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. പ്രവർത്തകരിൽ ഒരു ആവേശം ഉണ്ടാക്കാൻ VD സതീശന് കഴിഞ്ഞു. നോക്കൂ, VD സതീശന്റെ പ്രസംഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ VD സതീശന്റെ യോഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവിടെ കൂടുന്ന ജനങ്ങൾ പഴയ കോൺഗ്രസ് പ്രവർത്തകരിലെ ഊർജം ഉണർത്തിയെടുക്കാൻ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ ഒന്നാകെ അതുകൊണ്ടാണ് പറയുന്നത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എങ്കിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF ഒറ്റക്കെട്ടായി കേരളത്തിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിയും എന്നടക്കം പറയുന്നത്. എന്തായാലും ഹൈക്കമാൻഡിന്റെ നിർണായക യോഗങ്ങൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ് എന്ന വിവരം പുറത്തു വരുന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന വിവരം നമുക്കറിയാൻ കഴിയും. അതിനിടയിൽ ഈ 3 പേരുടെയും പക്ഷക്കാർ എന്തൊക്കെ ചരടുവലികളാണ് നടത്താൻ പോകുന്നത് എന്നത് നമുക്ക് ആകാംക്ഷയോടെ നോക്കിക്കാണേണ്ടതുണ്ട്.